രാവിലത്തെ സ്ഥിരം ഏർപ്പാടോടുകൂടി തന്നെ കലാപരിപാടികളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ബദാം കഴിക്കും. അതിപ്പോൾ ശീലം തന്നെയാണ് കേട്ടോ. അത് ആദ്യം തൊട്ടിട്ട് ഇങ്ങ് വരെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം കഴിക്കും. പിന്നെ അത് കഴിഞ്ഞ് പാലുണ്ടാവും. ചില ദിവസം മുട്ട അതിൻ്റെ കൂടെ കഴിക്കും. ചില ദിവസം അങ്ങനെയൊക്കെ മാറ്റം ഒക്കെ കാണും. പിന്നെ ഇതിപ്പം കണ്ടിന്യൂസ് നമ്മൾ ഒരു റൂട്ടീൻ്റെ ഭാഗമായി ഇത് കണ്ടും ഇത് വീഡിയോ എടുത്ത് പിന്നെ കാണുമ്പോഴേ എനിക്ക് മടുപ്പ് തോന്നുന്നത്. പിന്നെ വേറെ കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റോബസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ചുമന്നവാഴയില്ലേ അതും കൊണ്ടുവന്ന് വെച്ചായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. കോഴഞ്ചേരിയിൽ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഇരിക്കുന്ന ആ ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം ടെസ്റ്റുകൾ എല്ലാം ഒന്നും അവിടെ ചെയ്യത്തില്ല. നമുക്ക് ചില ടെസ്റ്റുകൾ അവിടെ ഫ്രീ ആയിരിക്കും. ചില ടെസ്റ്റുകൾക്ക് സർക്കാർ അനുവദിച്ചിട്ടുള്ള ടെസ്റ്റുകൾക്ക് അവിടെ ഫ്രീ ആയിരിക്കും. ബാക്കിയുള്ളതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് ചെയ്യുന്ന ഒരു ലാബാണത്. അല്ലാതെ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഭാഗമുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇപ്പോൾ ആശുപത്രിയുടെ ഒരു പുതിയ കെട്ടിടം പണിഞ്ഞേക്കുന്നു. അതിലേക്ക് പ്രവർത്തനങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല. പക്ഷേ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന് കരുതി. പിന്നെ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് നെല്ലിക്കയൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അതെല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞാനതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി എടുത്തു. മൊത്തം അരിഞ്ഞെടുത്തിട്ട് പിന്നെ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറ്റമിൻ സിയുടെ ഒരു കലവറ ഉള്ള ഒരു ജ്യൂസ് സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു. ഇതൊന്നും കണ്ടതൊന്നുമല്ല, എൻ്റെ സ്വന്തമായ സൃഷ്ടിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നെല്ലിക്ക അരിഞ്ഞു, അതെല്ലാം കഷ്ണിച്ചെടുത്ത് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓറഞ്ച് മേടിച്ചുകൊണ്ട് വന്നിരുന്നു കേട്ടോ. പുളിപ്പുള്ള അത്യാവശ്യം മധുരമുള്ളായിരുന്നു. ഇവന്മാരെ നെല്ലിക്കയുടെ കാര്യം അറിയാമല്ലോ, നല്ല പുളിപ്പാണ്. അപ്പോൾ ഇവന്മാരെ രണ്ടുപേരെയും കൂടെ മിക്സ് ചെയ്തൊക്കെ ഇട്ട് അടിച്ച് ഞാൻ പഞ്ചസാരയൊന്നും ചേർക്കാതെ മൊത്തം അടിച്ചെടുത്തത്. അപ്പോൾ നല്ല പുളിപ്പും എന്നാൽ ചെറിയൊരു മധുരമൊന്നും അറിയാനില്ല വൈറ്റമിൻ ഈ നെല്ലിക്കയുടെ മുന്നിൽ. പിന്നെ അവർക്ക് അമ്മയ്ക്കും കുഞ്ഞിനും ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തു. ഞാൻ മാത്രം അതേപടി കുടിച്ചു കേട്ടോ. പിന്നെ വയറൊക്കെ നല്ലപോലെ ക്ലീനായി പോവും. അപ്പോൾ ഇനിക്ക് ഇത്രയേ ഉള്ളൂ. ഇനിയും കാണുമ്പോഴേക്കും ബൈ.